ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പേപ്പർ പൗച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഒരു A4 ഷീറ്റാണ്. A4 ഷീറ്റ് ഇതുപോലെ പിങ്ക് തന്നെ വേണമെന്നൊന്നുമില്ല. എൻ്റെ അടുത്ത് കുറച്ച് ഓവർ കളേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ പിങ്ക് സെലക്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഞാനിവിടെ പിങ്ക് ചൂസ് ചെയ്തിട്ടുണ്ട്. പിങ്ക് ആകുമ്പോൾ കുറച്ച് ക്യൂട്ടായിരിക്കും. വൈറ്റ് ആകുമ്പോൾ ക്യൂട്ടായിരിക്കും. കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചത് സെറ്റാക്കിയാൽ ക്യൂട്ടാവാതിരിക്കുന്നതൊന്നുമില്ല അല്ലേ. പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന മെത്തേഡൊക്കെ അനുസരിച്ചിട്ട് അതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. കാര്യം സിമ്പിളാണ്, വെരി വെരി ഈസി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുന്ന ഒരു കാര്യം മാത്രമേ ഇതിൽ കാര്യമായിട്ടുള്ളൂ. പിന്നെ പൗച്ച് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു സിബൊക്കെ കൊടുത്ത് സെറ്റാക്കുന്നതാണ് സാധാരണ പതിവ്. ഇവിടെ ഒരു ലോക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലോക്ക് തന്നെയാണ്. നമുക്ക് A4 ഷീറ്റ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് എക്സ്ട്രാ ക്യൂട്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുള്ള കവായി സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അപ്പോൾ 169 രൂപയാണ് ഇതിന് വരുന്നത്. അങ്ങനെ എത്രയോ ആണ്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ആ ഒരു റേറ്റിന് വേർത്താണ്. കാരണം കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് ഇതിൽ. നമുക്ക് ആവശ്യത്തിലും അനാവശ്യവുമായി യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്റ്റിക്കർ. ഫൈനലി നമ്മുടെ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരേപോലത്തെ 2 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പെൻസിലും സ്കെയിലും അതേപോലെ ഇറേസറൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. ഞാനിവിടെ തൽക്കാലം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സെറ്റാക്കി എടുത്തോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ടാക്കാൻ മറക്കണ്ട.